Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മലബാർ സ്പെഷ്യലായ ഇറച്ചി പത്തിരിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇതിങ്ങനെ പിച്ചെടുക്കണം. എൻ്റെ തന്ന് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ചിക്കൻ ഇതുപോലെ പിച്ചിക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 കപ്പോളം ഉണ്ടാവും ഈ ചിക്കൻ പിച്ചിക്കറി എടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവാള, ഏകദേശം ഈ വലുപ്പമുള്ള ഒരു സവാളയാണ്. അത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തേക്കുക. ഒരു പച്ചമുളക്, അത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം ഇട്ടിരിക്കുന്നത്. അതും നല്ല പൊടിയായിട്ട് അരിയണം. ഒരു 8 വെളുത്തുള്ളി, അത് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നാടൻ വെളുത്തുള്ളിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയിലയും അതുപോലെ നല്ല പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക്, സവാള, ഇനി ഈ സവാളയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് എണ്ണയ്ക്കിടന്നൊന്ന് മൂത്ത് വരണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിന്ന് ചിക്കൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരുപാട് ഉപ്പൊന്നും ചേർക്കരുത് ഇതിൻ്റെ അകത്ത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിച്ചെടുത്തേക്കണ ചിക്കൻ വെക്കാം. ഈ ചിക്കൻ ഈ മസാലയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കരുത്, നല്ല പൊടിയാവുന്ന രീതിയിൽ. മിക്സിയിലിട്ട് അടിക്കണ്ട, മിക്സിയിലിട്ട് അരച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകും. ഇത് നമ്മൾ തവി കൊണ്ട് തന്നെയൊന്നും ഇങ്ങനെ ഇതാക്കി എടുത്ത് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില ചേർത്തിട്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഫില്ലിങ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോ ഉണ്ടാക്കണം. അപ്പോൾ ഇനി അത് കുഴയ്ക്കാം. നമുക്ക് ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കരുത്. അപ്പോൾ മാവ് ഞാൻ ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടയി കൊടുക്കാം.
കുറച്ച് കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ തൂത്താൽ മതിയില്ല പുറത്തേക്ക്. ഇത് മാവ് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുക്കാം. പൂരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പോലെ ചെറിയ ചെറിയ ഉരുളകളാണ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് എടുക്കാം. ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ട് വരാം. ഈ മാവ് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. പൂരിയുടെ വലുപ്പത്തിലാണ് പരത്തിയെടുത്തേക്കുന്നത്. ഇതുപോലെ കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഇത് ചപ്പാത്തി പലയുടെ മുകളിലോട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല എടുത്ത് ഫില്ല് ചെയ്യാം. ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ മസാല ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു പത്തിരി എടുത്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കവർ ചെയ്യണം. ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് വെക്കാം. ഇത് കണക്കെ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഒന്നുകൂടെ കാണിച്ചിടാം. ആദ്യം ഒരു പത്തിരി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മസാല നിറച്ചു കൊടുക്കുക. ഇങ്ങനെ മസാല വെച്ചിട്ട് ഇതിന് വേറൊരു പത്തിരിയും കൊണ്ട് മൂടി വെക്കാം. ഇതിങ്ങനെ മൂടിയിട്ട് ഇതിന് ഈ സൈഡിന് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ചില നമ്മൾ ഈ വെച്ചേക്കുന്ന മസാല പുറത്തേക്ക് പോകരുത്, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഒട്ടിക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ നാട്ടിലായതുകൊണ്ടാട്ടോ ഈ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. ഇവിടെ എന്താ പറയുക, ഇവിടെ ഞാൻ അധികം കിച്ചണൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഗൾഫിലായിരുന്നപ്പോൾ എനിക്കെല്ലാം എൻ്റെ ഹസ്ബൻഡ് എനിക്കെല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. ഇതുപോലെ ഇങ്ങനെ എല്ലാം പരത്തിയെടുക്കാം. ഞാനിപ്പോൾ അത്രയും മാവ് വെച്ചിട്ട് ഞാൻ 5 പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതുപോലത്തെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കാം. ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. ഈ മുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് ഞാൻ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിത് പത്തിരി മുക്കി വറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാനായിട്ട്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് മാവ് ഇട്ട് നോക്കിയാൽ മതി. മാവ് ഇടുമ്പോൾ മാവ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പൊങ്ങി വരുവാന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടില്ല. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിച്ചു വെച്ചേക്കുന്ന മുട്ടയിലേക്ക് ഈ പത്തിരി ഇട്ട് മുക്കിയെടുക്കാം. രണ്ട് സൈഡും മുക്കിയെടുക്കണം. എന്നിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം.
ഇതിപ്പോൾ അധികം മൂക്കാനൊന്നും ഉണ്ടാവത്തില്ല. ഇത് നമ്മൾ ഉള്ളിലത്തെ ഫില്ലിംഗ് എല്ലാം മൂത്തതാണല്ലോ. ഇനിയിപ്പോൾ പുറം മാത്രമേ ഒന്ന് മൂത്തച്ചാൽ മതി. ഇത് ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. തീ ഒരുപാടൊന്നും കൂട്ടി വെക്കണ്ട. എണ്ണ ചൂടായി കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഒന്നുകൂടെ കാണിക്കാം. ആദ്യമേ ഈ പത്തിരി ഈ മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. രണ്ട് സൈഡും എണ്ണയിൽ മുങ്ങി വരണം. ഇങ്ങനെ മുക്കിയിട്ട് ഇതിനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത്. മുട്ടയിൽ മുക്കിക്കുന്നുണ്ട് അല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇനി ഇത് അധികം മൂക്കാനൊന്നുമില്ല. ഈ സൈഡ് ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ ഇതെല്ലാം വറുത്തെടുക്കാം. ഇറച്ചിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.